ഞായറാഴ്ച ആയതുകൊണ്ട് മാമ്പഴക്കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മാമ്പഴം ഇച്ചിരി ഉപ്പും മുളക് പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ചു. ആ സമയം തേങ്ങയും ജീരകവും കൂടി ഇട്ട് അരയ്ക്കാനെടുത്തു. അപ്പോഴേക്കും നമ്മുടെ മാമ്പഴക്കൂട്ടം വേഗം തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയം നമ്മുടെ അരപ്പ് റെഡിയായി. അരപ്പും കൂടിയും ചേർത്ത് കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഈ സമയം കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇച്ചിരി തിക്കായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി അത് നന്നായി തിളക്കണം. ആ സമയം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മോര് അടിച്ചെടുത്തിട്ടുണ്ട്. ആ മോരും കൂടി അതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് തിളയ്ക്കരുത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വെന്ത് കിട്ടണ രീതിയിൽ തിള വന്നതിന് മുമ്പ് അത് ഓഫ് ചെയ്യണം. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് വറുക്കാൻ വേണ്ടി. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. ആ സമയം നന്നായിട്ട് ഉലുവയും കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ ശേഷം കുറച്ച് കരിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മളത് കറിയിലേക്ക് വാങ്ങി ഒഴിക്കണം. ഇപ്പോൾ ഒരുവിധം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. അതിനുശേഷം നമ്മളത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ.